ആരാധ്യരായ സദസ്സിന് നമസ്കാരം. വളരെ കാലമായിട്ട് എന്റെ മിത്രങ്ങള് ധന്യമീ ജീവിതം കേട്ടുകൊണ്ട് ഇരിക്കുന്നു. പലരും ടെലിഫോണിലൂടെ സംസാരിക്കാറുണ്ട്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വലിയ പണ്ഡിതോചിതമായുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അമൃത ചാനലിൽ 16 കൊല്ലം പ്രഭാതങ്ങളിൽ ധന്യമീ ദിനം എന്നായിരുന്നു അന്ന് പേര്. ആ 16 വർഷവും കേട്ട ഒരു തലമുറ തന്നെ ഇവിടെയുണ്ട്. അതിനുശേഷം ആ പരിപാടി നടത്തിയപ്പോൾ യൂട്യൂബില് 1500 ഇപ്പൊ കഴിഞ്ഞു കാണും പ്രഭാഷണം. അപ്പൊ ഒരു 7500ഓളം തവണ പ്രേക്ഷകരുമായിട്ട് ഞാൻ മുഖാമുഖം സംസാരിച്ചു. നാം ജീവിതത്തിൽ ഏത് വിഭാഗത്തിൽ പെടും എന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്. അന്യരെ വിലയിരുത്തുന്ന കാര്യത്തിൽ നമ്മള് മിടുക്കന്മാരാണ്. ആരെങ്കിലും ഒരാളെ നമ്മൾ വിമർശിക്കുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും അതിന്റെ മറുപടി നമ്മുടെ കയ്യിലില്ല. എന്ത് വിമർശനം വന്നാലും തുടങ്ങുമ്പോഴേക്കും മറുപടി നമ്മൾ പറയില്ലേ. അത് ഇന്നുകൊണ്ടാണ്. അത് മഴക്കാലാവുമ്പോ അങ്ങനെയൊക്കെ വരും. അത് ഇന്ന ചെയ്തപ്പോ എന്തായിരുന്നു അപ്പോഴത്തെ ചൂട്, നമ്മൾ ഉടനെ ന്യായീകരണം പറയും. ചിലപ്പോ നമ്മുടെ ഭാഗത്തായിരിക്കും ശരി, പക്ഷെ പറഞ്ഞ ആളെ നമ്മൾ അങ്ങോട്ട് മുഖടുത്ത പോലെ, അട്ടയുടെ മുഖത്ത് ഉപ്പ് വെച്ച പോലെ എന്നുള്ള ആളെ തോൽപ്പിക്കാൻ പാടുവോ? അവർക്ക് ഇഷ്ടാവുമോ? പല അഭിപ്രായക്കാരില്ലേ. ഇന്നത്തെ ടാക്ക് കഴിഞ്ഞിട്ട് ഒരാള് എഴുതിക്കാണ്, അരമണിക്കൂറെങ്കിലും വേണ്ടതാണ് ഒരു വിഷയം, സാറ് 10 മിനിറ്റിൽ ഒതുക്കരുത്. ആ വ്യക്തിയുടെ അഭിപ്രായം. വേറെ ആള് പറയുന്ന 10 മിനിറ്റ് ഒന്നും ക്ഷമയില്ല, കാണുമ്പോഴേക്കും ഞാൻ വിരൽ വെച്ച കാഴ്ച വരി കഴിഞ്ഞാൽ ഞാൻ മാറ്റും. 40 വിഭാഗത്തിൽ വരും. ഞാനൊരു കഥ എഴുത്തുകാരൻ. പുരുഷാർത്ഥക്കൂത്തിൽ സരസ വിരസൻ എന്നൊരു വിഭാഗമുണ്ട്. തുടക്കം ഭംഗിയാവും, നല്ല പെരുമാറ്റമൊക്കെ ആയിരിക്കും, എന്തൊക്കെയാണ് ഇഷ്ടന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ വിരസം. സിനിമയെ ഇത് ബാധിക്കും. ഈ ഇന്റർവെല്ല് വരെയൊക്കെ നന്നായിരുന്നു, എന്നിട്ടോ ഇന്റർവെല്ല് കഴിഞ്ഞു തുടക്കം സരസമായി, ഇന്റർവെല്ല് കഴിഞ്ഞപ്പോ വിരസമായി. കണ്ട ഉടനെ എന്താ ഇഷ്ടമായി ഈ വഴി കൂടെ, എന്റെ വീടിന് മുമ്പ് കൂടെ പോകുമ്പോ എന്റെ വീട്ടിലൊന്ന് കയറിക്കൂടെ, സാമ്പാ. സരസ വിരസന. വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുന്നു. അയാളകത്ത് പോയി ചായ കുടിച്ചു, ഈ വന്നാക്ക് ചായ കൊടുക്കില്ല. ഈ ഭംഗിയുള്ള വർത്താനം അല്ലാതെ ഒരു ഗുണമില്ലാത്ത സരസ വിരസന്മാർ നമ്മുടെ ജീവിതത്തിൽ. അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ചിലപ്പോൾ ആലോചിക്കും, ഇയാളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, സരസമായിട്ടാണ് തുടങ്ങുക. കാണുമ്പോ കുശലം, സൽഗുണങ്ങളൊക്കെ ഉണ്ട്. അകത്ത് പോയിട്ട് ചായ കുടിച്ചു വന്നു, ആദ്യം കഴിഞ്ഞിട്ട് തടി കഴിച്ചലാക്കിയാന്ന് വിചാരിക്കുമ്പോഴാണ്, അല്ല പോവാൻ വരട്ടെ, എന്താ തിരക്ക്, അല്ല എനിക്ക് പോയാ കൊള്ളാന്നുണ്ട്, അല്ല ഒന്ന് വീട് കാവലിരിക്കണം, ഇപ്പൊ കള്ളന്മാരുടെ ശല്യം ഭയങ്കര. എനിക്കൊരു സദ്യക്ക് ക്ഷണമുണ്ട് ഉച്ചക്ക്, തെക്കേപ്പാട്ടൊരു സദ്യ നടക്കുക. ഞാനത് കഴിച്ചിട്ടിട്ട് വരും, അതുവരെ നിങ്ങൾ വീട്ടിലൊന്ന് കാവലിരിക്കണം. എങ്ങനെയുണ്ട്?
ആദ്യം കണ്ടപ്പോ കണ്ടിട്ട് എത്ര കാലായി, തന്നെ കാണുന്ന സന്തോഷം എന്നൊക്കെ കൊണ്ട് സരസമായി തുടങ്ങിയ ആള് വിരക്തനായി. രക്ഷയില്ല. ഇയാളുടെ വീടിന് കാവലിരിക്കാം, കള്ളന്മാരുടെ ശല്യം വരാതിരിക്കാം. ഇയാള് പറയാം, ആ സ്റ്റീല് കസേരല്ലേ, അത് ഞാൻ അകത്തേക്ക് വെച്ച് പൂട്ടിക്കോട്ടെ, താൻ അങ്ങോട്ട് മൂത്രമൊഴിക്കാനൊക്കെ പോയാ കസേര കള്ളന്മാര് കൊണ്ടുപോയാലോ? എങ്ങനെയുണ്ട്? സരസമായി തുടങ്ങി, സംഭവം വിരസായി. ഇന്റർവെല്ല് വരെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്റർവെല്ലിന് ഏട്ടൻ പടം പൊളിഞ്ഞു പറയില്ല. വേറൊരു വിഭാഗമുണ്ട്, വർത്തമാനം മോശം, പെരുമാറ്റം മോശം, വിരസമാണ്. വിരസ സരസൻ എന്നവരെ പറയും. വിരസമാണ്, താങ്ങില്ല. അയാളെ കണ്ടപ്പോ നമ്മൾ ഇപ്പുറത്തു കൂടെ പോക്കുകയാണ് കാണാതിരിക്കും. അങ്ങനെ ഒരാളെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചായപ്പീടിയെ കയറി, ഇയാളെ ഒഴിവാക്കാൻ. അയാൾ ആ ചായപ്പീടിയെ തന്നെ വന്നത്, നിവൃത്തിയില്ലാതെ. ഇതുപോലെ വിരസമായ വർത്തമാനം പറയുന്ന ഒരാളെ വഴിയിൽ വെച്ച് കണ്ടു. എവിടുന്നാ വരുന്നത്? എക്സ്റേ എടുത്ത് വരികയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന്. എക്സ്റേ എന്താ സൂക്കട്, ക്യാൻസർ ആണ്? അല്ല, നിങ്ങൾക്ക് എക്സ്റേ നോക്കി അറിയാം. എക്സ്റേ ഒക്കെ എത്ര കണ്ടതാ? ഇത് ക്യാൻസർ തന്നെ കേട്ടോ, ഇത് അധികം ഉണ്ടാവില്ല, 3 മാസത്തിന്റെ അപ്പുറം പോകില്ല, അങ്ങനത്തെ സൂക്കടാ. താമ്പ ഈ വിരസമായ വർത്താനം പറഞ്ഞിട്ട് വീട്ടില് സുഖമായ സദ്യ, നല്ല സദ്യ തിന്നടോ. ഇതൊക്കെ ഒടുക്കത്തെ തീറ്റയല്ലേ, ഇനി ഇവിടെ വന്നിട്ട് തീറ്റ ഉണ്ടാവുമോ? എത്ര കാലം, കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഈ തീറ്റയും തിന്നത് നടക്കില്ല കേട്ടോ. എന്തൊരു ദുരിതത്തിന്റെ വർത്തമാനമാണ്. വിരസമാണ്, സരസമായിട്ട്. അത് കഴിക്കും. ആ അവിയല്, നല്ല അവിയൽ, അത് കഴിക്കും. അതിങ്ങോട്ട് പായസം കഴിക്കാതെ താൻ പോകരുത് കേട്ടോ. വിരസമായി തുടങ്ങി സരസമാണ്. ഇത്തരം ആളുകൾ നമ്മളുടെ കുടുംബത്തിലും വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും ഒക്കെ ഉണ്ട്. ജോലി സ്ഥലത്ത് ചില വിരസന്മാര്, അവരെ എവിടെയെങ്കിലും കാണുമ്പോ അവര് സൽക്കരിക്കുന്ന കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. ഇരിക്കണോ, ഇത് കഴിച്ചു പോ, ഇന്ന് പോയിക്കോ. വളരെ വിരസന്മാരാണ് അവര്. മേലുദ്യോഗസ്ഥന്മാരിലൊക്കെ അങ്ങനെ കാണാം. വിരസന്മാർ സരസനുമാണ്. പായസം 2 തരം പായസം ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ പായസത്തിനെ കുറിച്ചിട്ട് അതുകൂടി കഴിച്ചിട്ട് പോയാൽ മതി. സരസ വിരസനാണോ വിരസ സരസനാണോ ഭേദം പറയാൻ കഴിയില്ല. എന്നാൽ വിരസ വിരസൻ എന്നൊരു വിഭാഗമുണ്ട്. വായനാക്ക് മോശം, പെരുമാറ്റം മോശം, നല്ല വാക്ക് പറയുകയോ അതുമില്ല. എന്തെങ്കിലും സൽഗുണമുണ്ടോ? അതുമില്ല. അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. ഒക്കെ വിരസം. അവരയൽവാസിയായി, കഷ്ടകാലമൊന്നും പറയാതെ. അവര് മേലുദ്യോഗസ്ഥന്മാരായി, വിരസൻ. ജോലി സ്ഥലത്ത് അവര് അടുത്ത സീറ്റിൽ അവരായിരിക്കും. ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിരസൻ. മുഖം മോശം, വർത്തമാനം മോശം, വായനാക്ക് മോശം, പെരുമാറ്റം. സമൂഹം ഇഷ്ടപ്പെടുകയും നാം ഇഷ്ടപ്പെടുകയും ചെയ്യും സരസന്മാര്. പെരുമാറ്റം നന്നാവണം. ഒരു കാലിച്ചായയാണ് കുടിക്കണമെങ്കിൽ ശരി, നല്ല വാക്ക് പറയണം. ആ ചായ കുടിച്ചോ ഇഷ്ടാന്ന് പറയണം. ഇതൊക്കെ സൂക്കട, അങ്ങനെ വേണ്ടേ പറയാൻ. വയസ്സ് 90 ഉള്ളൂ. ഇതൊക്കെ 90 ഒരു പ്രായ. ഇന്നോടത്തിയിലെ ശങ്കുണ്ണിയാര് 99 വയസ്സിൽ വന്നിട്ട് ഓട്ട മത്സരത്തിൽ കുട്ടികളുടെ കൂടെ കൂടിയില്ലോ. ഇതൊക്കെ ഒരു പ്രായ, അങ്ങനെ വേണ്ടേ പറയാൻ. സരസമായ പെരുമാറ്റം, സരസമായ വായന, അങ്ങനത്തെ ഒരു
കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഭാഗ്യം. അയൽവാസി അങ്ങനെ ഉണ്ടെങ്കിൽ നന്ന്. ഒരു കല്യാണത്തിന് പോയാൽ അവിടെ വന്നതില് സരസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം. നമ്മൾക്ക് കിട്ടിയ ഒരു ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു, വേറെ സ്ഥലത്ത് വളരുന്നു, പെരുമാറുമ്പോഴൊക്കെ സരസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സുഖമാണ്. സിനിമയുടെ സെറ്റിൽ ചിലർ പറയും, ഇന്ന സിനിമ ഷൂട്ടിംഗ് സ്ഥലത്ത് സുഖമായിരുന്നു, എന്നെ ആളുകളുണ്ടായിരുന്നു, ഇത് വളരെ വിരസം, പിന്നെ ഏറ്റവും ഞാൻ അഭിനയിക്കുകയാണ്. അങ്ങനെ പറയുന്നവർ ഉണ്ട്. ഈ 4 വിഭാഗം ആളുകൾ ഉള്ളതിൽ സാഹിത്യകൃതികളിലും ഈ 4 കൃതി റീഡബിലിറ്റി എന്ന ഗുണം ഉണ്ടാവണം. റീഡബിലിറ്റി എന്ന ഗുണമില്ലാതെ എത്ര മഹത്തായ സാഹിത്യമായിട്ടും കാര്യമില്ല. രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ അവരുടെ ചരമവാർഷികമൊക്കെ ആഘോഷിക്കും, സ്മാരകത്തിന് കെട്ടിടമൊക്കെ വെക്കും. ഞാൻ അവിടെ പോയിട്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യജീവിതമല്ലേ, മിണ്ടില്ല. എന്നിട്ട് നിക്കെന്നെ വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിനെ കൊണ്ടുപോയിട്ട് പിന്നെ സമൂഹത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ വിരസനാവരുതല്ലോ, ഞാൻ സരസനാവണ്ടേ? അത് അങ്ങനത്തത് നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. എല്ലാ ഗ്രന്ഥവും നമ്മൾ വായിക്കണം. ഈ ഗ്രന്ഥത്തിനും ഇങ്ങനൊരു ഗുണമുണ്ട് എന്നൊക്കെ പറയണ പോലെ യഥാർത്ഥത്തിൽ റീഡബിലിറ്റി ഉണ്ടാവണം, ഗുണമുണ്ടാവണം. ഭൂദാനത്തിന്റെ കൃതികള്, ജ്ഞാനപ്പാന, എല്ലാ ഗുണമുണ്ട്. സരസനം. കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ, അത് നല്ല ഭാഷ, നല്ല ഒഴുക്ക്. വ്യക്തികളിലും സാഹിത്യകൃതികളിലും ഒക്കെ ഈ 4 വിഭാഗം ഉണ്ടോ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.